കേരള സ്കൂൾ കായികമേളയിലെ ഗ്ലാമർ ഇനമായ 100 മീറ്റർ ഫൈനലുകൾക്ക് അല്പസമയത്തിനകം തുടക്കമാകും. ആകെ 6 ഫൈനലുകളാണ് 100 മീറ്റർ വിഭാഗത്തിൽ ഉണ്ടാവുക. മീറ്റിലെ വേഗരാജാവും വേഗറാണിയും ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഏവരുമുള്ളത്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള പോരാട്ടത്തിൽ 750 പോയിന്റും കടന്ന് തിരുവനന്തപുരം മുന്നേറുകയാണ്. സലിം മാലിക് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. സലിം പറയൂ. തിരുവനന്തപുരത്തിന്റെ ഒരു കുതിപ്പാണ് ഈ സ്കൂൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ ദിവസം മുതൽ തന്നെ തുടങ്ങിയ കുതിപ്പ് ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല, തിരുവനന്തപുരത്തിന് ഏതെങ്കിലും ഘട്ടത്തിൽ ഇനിയൊരു എതിരാളി ഇതിൽ ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് രണ്ടാം ദിവസം തന്നെ ഏറെക്കുറെ കിരീടം ഉറപ്പിക്കുന്ന നിലയിലാണ്. നിലവിൽ ഇതിനോടൊപ്പം തന്നെ 749 പോയിന്റാണ്, 89 സ്വർണ്ണം ഉൾപ്പെടെ ഉള്ളത്. പക്ഷേ അത്ലറ്റിക്സിൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച അത്ലറ്റിക്സിൽ പാലക്കാടൻ കുതിപ്പ്, പാലക്കാടൻ കൊടുങ്കാറ്റാണ് കാണുന്നത്. മത്സരം രാവിലെയുള്ള മുഴുവൻ മത്സരങ്ങളിലും സ്വർണം നേടുകയായിരുന്നു പാലക്കാട്. വൈകുന്നേരം ഈ അല്പസമയത്തിനകം തന്നെ 5:50 ഈ ടൂർണമെന്റിൽ ഏറ്റവും ഗ്ലാമർ ഇനമായ 100 മീറ്റർ മത്സരങ്ങൾ നടക്കും. ഈ 100 മീറ്റർ മത്സരങ്ങൾ 6 ഫൈനലുകളാണ് ഇന്നുള്ളത്. ആ ഫൈനലുകൾ ജൂനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ്, സീനിയർ ബോയ്സ്, സീനിയർ ഗേൾസ്, സബ് ജൂനിയർ ബോയ്സ്, സബ് ജൂനിയർ ഗേൾസ് എന്നിങ്ങനെയുള്ള 6 സബ് ജൂനിയർ ബോയ്സ്, സബ് ജൂനിയർ ഗേൾസ് എന്നിങ്ങനെയുള്ള 6 വിഭാഗങ്ങളിലുള്ള ഫൈനൽ മത്സരങ്ങളാണ് ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്നത്. 5:50 കൂടിയാണ് ഈ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്യുക. നിലവിൽ 749 പോയിന്റുള്ള തിരുവനന്തപുരത്തിന് തൊട്ട് പിന്നിൽ 417 പോയിന്റുള്ള കണ്ണൂർ രണ്ടാമതുണ്ട്. 377 പോയിന്റുമായി തൃശ്ശൂരാണ് നിലവിൽ ഈ സ്കൂൾ കായികമേളയിലെ 3-ാം സ്ഥാനത്ത് നിലവിൽ നിൽക്കുന്നത്. ജി കെ, ഇതിൽക്കൂടി നമുക്ക് ഇന്ന് അറിയാൻ വളരെ ആകാംക്ഷയുള്ളത് വേഗരാജാവും വേഗറാണിയും ആരാണ് എന്നതാണ്. മാത്രമല്ല, ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ ഏതാണ്ട് 750 പോയിന്റ് കടന്ന് തിരുവനന്തപുരം മുന്നേറ്റം തുടരുകയാണല്ലോ, അല്ലേ? ജി കെ, അതെ. നമുക്ക് ഇനി അറിയാനുള്ളത്, ഇനി ഏറ്റവും ആകാംക്ഷ ഈ സ്കൂൾ ഒളിമ്പിക്സുകളിൽ, അതല്ലെങ്കിൽ ഈ സംസ്ഥാന സ്കൂൾ കായികമേളകളിൽ തന്നെ ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി ഈ സ്കൂളുകളുമൊക്കെ കാത്തിരിക്കുന്നത് ഈ ട്രാക്കിലെ വേഗരാജാവ് ആരാണ്, ട്രാക്കിലെ വേഗറാണി ആര് എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം അല്പസമയത്തിനകം തന്നെ ലഭിക്കും. കാരണം 5:50 ആദ്യ ഫൈനൽ മത്സരം. അതിന് പിന്നാലെ തന്നെ 6:45 തന്നെ ഈ മത്സരങ്ങളെല്ലാം പൂർത്തിയാവുകയും ചെയ്യും. അങ്ങനെ ട്രാക്കിലെ വേഗരാജാവും വേഗറാണിയും ആര് എന്നുള്ള കാര്യത്തിൽ അതോടുകൂടി തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഒപ്പം തന്നെ ഈ രാവിലെ പാലക്കാട് നടത്തിയ ആ കുതിപ്പ് വൈകുന്നേരവും ഈ ട്രാക്കിൽ ആ കുതിപ്പ് തുടരുമോ എന്നുള്ളതും കാണേണ്ടതുണ്ട്. 4 മത്സരങ്ങൾ ഈ അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ട 4 മത്സരങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ 4ൽ 3 സ്വർണവും 1 വെള്ളിയും നേടി 30 പോയിന്റാണ് നിലവിൽ പാലക്കാടിന് ഉള്ളത്. ക്ഷമിക്കണം, പാലക്കാട് 4 സ്വർണവും നേടിയാണ് 30 പോയിന്റോടുകൂടി ഉള്ളത്. ഒപ്പം 2-ാം സ്ഥാനത്ത് കൊല്ലമാണുള്ളത്. അതേസമയം ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് ആ കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തിന് വീണ്ടും പോയിന്റ് വർദ്ധിച്ചിട്ടുണ്ട്. 796 പോയിന്റുകളാണ് നിലവിൽ തിരുവനന്തപുരത്തിനുള്ളത്. 92 സ്വർണ്ണമാണുള്ളത്. 2-ാം സ്ഥാനത്തുള്ള കണ്ണൂരിന് അതിന്റെ നേർപകുതി സ്വർണം പോലും ഇല്ല എന്നുള്ളതാണ്. 39 സ്വർണം മാത്രമാണ് കണ്ണൂരിനുള്ളത്. 417 പോയിന്റ് എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. തൃശൂർ 41 സ്വർണവുമായി 378 പോയിന്റോടെ 3-ാം സ്ഥാനത്താണ്. 32 സ്വർണവുമായി 383 പോയിന്റോടുകൂടി കോഴിക്കോട് 4-ാമതാണ്. ഈ അത്ലറ്റിക്സിലെ കുതിപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ പാലക്കാട് 5-ാം സ്ഥാനത്ത് 30 സ്വർണവുമായി 348 പോയിന്റോടെ 5-ാം സ്ഥാനത്താണ്. അങ്ങനെ ഈ 2-ാം സ്ഥാനത്തിന് വേണ്ടി ഒരു ഇഞ്ചോടിഞ്ചും പോരാട്ടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.